നിങ്ങളുടെ അനുവാദത്തിൽ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ. എല്ലാവർക്കും നിങ്ങൾ കേൾക്കാൻ എൻ്റെ വിനീതമായ നമസ്കാരം ഫസ്റ്റ്. പിന്നെ ഇതിനുള്ള ഈ സംഗമം ചെയ്തതിന് ഇവിടുത്തെ എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി. നിങ്ങളുടെ മനസ്സിലെല്ലാം ഉദിച്ചു ഉയർന്ന ഒരു സംശയമുണ്ടാവും, എന്തിനാണ് ഈ 88 വയസ്സായ ഒരു മനുഷ്യൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലിയിരിക്കുന്നതാണ്. അതിന് പ്രധാനമായ 2 കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ പാലക്കാട്ടുകാരനാണ്, പലർക്കും അത് അറിയില്ല. പാലക്കാട് ജില്ലയിലാണ് എൻ്റെ ജനനം. പാലക്കാട് മിഷൻ ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത്. 1942-47 മിഷൻ ഹൈസ്കൂളായിരുന്നു. വിക്ടോറിയ കോളേജിൽ ഇൻ്റർമീഡിയറ്റ് 47-49. അതുകൊണ്ട് പാലക്കാടിനോട് ഒരു പ്രത്യേക സ്നേഹവും ഒരു പ്രത്യേക ബന്ധവും എനിക്കുണ്ട്. ഞാൻ അതിനുശേഷം 67 വർഷം ഗവൺമെൻറ് ജോലിയിലായിരുന്നു. ആദ്യം റെയിൽവേയിൽ, പിന്നെ കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, ഇങ്ങനെ പല പലയിലും ആയിരുന്നു. ഈ 67 വർഷത്തെ കാലത്ത് എനിക്ക് പല പല വികസന പദ്ധതികളും വെരി ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് രൂപീകരിക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരു അവസരം കിട്ടിയൊരു ഭാഗ്യമുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണെന്ന് പറയണം. ഈ 67 വർഷത്തിനുള്ളിൽ ഞാൻ സമ്പാദിച്ചെടുത്ത എൻ്റെ പരിചയങ്ങൾ, എക്സ്പെർട്ടൈസ്, നോളേജ്, ഇത് പാലക്കാടിന് സംഭാവന ചെയ്യുന്ന ഒരു മോഹം. അതാണ് പ്രത്യേകിച്ച് അതിനൊരു പ്രേരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് പാലക്കാടും, അതായത് 75 ഇയേഴ്സ് ബാക്ക്, ഇപ്പോഴത്തെ പാലക്കാട്ടും, ഇതിലെ പാലക്കാടിൽ ഒരു പുരോഗമനം ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറയാൻ. അതായത് ബേസിക് വികസനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജനസംഖ്യ വളരെ വർദ്ധിച്ചിട്ടുണ്ട്, ഒരു 4 to 5 times or even more. ഒരുപാട് ബിൽഡിങ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും അതിനോട് ജനസംഖ്യ വർദ്ധിക്കുന്ന മാതിരി വന്നിട്ടില്ല. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അതൊന്ന്. രണ്ടാമത്, നമ്മുടെ പാലക്കാട്, ഞാൻ പഠിക്കുന്ന കാലത്ത് പാലക്കാട് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൗൺസ്. ഈവൻ കോയമ്പത്തൂർ വാസ് നോട്ട് എക്സലിംഗ് പാലക്കാട്. ഇപ്പം എന്താ സ്ഥിതി? എല്ലാത്തിനും നമുക്ക് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമാണ്. ഹയർ സ്റ്റഡീസിന് അവിടെ പോകണം, വൈദ്യസഹായത്തിന് അവിടെ പോകണം. നമ്മൾ കുട്ടികളെ ദിവസേന ഒരു 5,000-6,000 കുട്ടികൾ അവിടെ പോയിട്ടാണ് പഠിക്കണം. പാലക്കാടാണെങ്കിൽ ബേസിക് തിങ്സ്, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ 24 hours നമുക്കില്ല. സോളിഡ് വേസ്റ്റ്, ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. വളരെ ചൂട് ജാസ്തിയായിട്ട് വരുന്നു. പിന്നെ വൈദ്യസഹായത്തിന് എല്ലാത്തിനും പുറത്തേക്ക് പോകണം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് വന്നിട്ട് വളരെ കൊല്ലത്തിന് ശേഷം ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട്. അത് ഇനിയും പൂർത്തിയായിട്ടില്ല, അതിന് കുറേ സമയം കിട്ടും. അതുകൊണ്ട് എൻ്റെ ഈ പരിചയം വെച്ചിട്ട് മൈ നോളേജ്, എക്സ്പെർട്ടൈസ് പാലക്കാടിനെ ഒന്ന് ഉദ്ധരിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം അപ്പോൾ 65 കൊല്ലത്ത് ഈ കേരളം ഭരിക്കുന്നത് ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം. ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പോൾ കേരളത്തിന് എന്ത് മെച്ചമുണ്ടായിരുന്നെന്നൊന്ന് ആലോചിച്ച് നോക്കും. ശരിക്കും എന്ത് ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻറ്റ് 2 സൈഡിലേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് കൊച്ചി മെട്രോ, രണ്ടാമത് റെയിൽവേ ഡെവലപ്മെൻറ്റ് വാസ് വെരി ഫാസ്റ്റ്. എല്ലാ ലൈൻസും ഡബിളിംഗ് ആയി, എല്ലാവരുടെയും വൈദ്യുത ഇലക്ട്രിഫിക്കേഷൻ വന്നു. ഒരു എത്ര വേണമെങ്കിൽ ട്രെയിൻ ഓടിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ 2 ജില്ലകളുടെ നമ്മുടെ നദികൾ ഒന്ന് ആലോചിച്ച് നോക്കും. റിവേഴ്സ്, ഭാരതപ്പുഴ എല്ലാം എന്തുമാതിരി നശിച്ചിരിക്കുന്നു. പൊല്യൂട്ടഡ്. കൽപ്പാത്തി പുഴ എന്ത് പൊല്യൂഷനാണ്, യാക്കരപ്പുഴ എന്ത് പൊല്യൂഷനാണ്.
നമ്മൾ നഗരത്തെ പൊല്യൂഷൻ വഴി പുഴയിലേക്കാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം പതുക്കെ പതുക്കെ നശിച്ചിട്ട് പോകണം. ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് തന്നെ വേണം. അത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ആ എക്സ്പെർട്ടൈസ് എൻ്റെ അനുമാനത്തിൽ ഐ ക്യാൻ കൺട്രിബ്യൂട്ട് കട്ടല്ലോ. അതൊരു ഉദ്ദേശമാണ് ഞാൻ ഇതിൽ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ പല ആശയങ്ങളുമുണ്ട്. അത് ആ ആശയങ്ങളെല്ലാം ഒരു ക്രോഡീകരിച്ചിട്ട് ഞാൻ ചെറിയ ഒരു മാസ്റ്റർ പ്ലാൻ ഫോർ പാലക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പെർഫെക്റ്റ്ലി ഞാൻ പറയുന്നില്ല. ഇമ്മീഡിയറ്റ്ലി വാട്ട് അറോസ് ഇൻ മൈ മൈൻഡ് അത് നിങ്ങൾക്കെല്ലാം സമയം കണ്ടിരിക്കാം. മാസ്റ്റർ പ്ലാൻ അതിൽ കാര്യമായിട്ട് 4 കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാമത് ബേസിക് ഡെവലപ്മെൻറ്റ്സ്, വികസനങ്ങൾ ആവശ്യമായത്, പ്രത്യേകിച്ച് വാട്ടർ സപ്ലൈ, 24 hours കിട്ടാനുള്ള സൗകര്യങ്ങൾ. അതിനുശേഷം വ്യവസായങ്ങൾ കൊണ്ടുവരണം. അതാണ് വളരെ മുഖ്യമായ സംഗതി. ഇവിടെ വ്യവസായങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ സമ്പത്തില്ല. എല്ലാ പഞ്ചായത്തുകളിലും എടുത്തു നോക്കൂ, അവരെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ഗവൺമെൻറ് ഗ്രാൻസ്. അവർക്ക് വരായ ഒന്നുമില്ല. ഇതെങ്ങനെയാണ് നാട്ടുകാരെ സേവ് ചെയ്യുക? അവർക്ക് വരായ വേണമെങ്കിൽ ഇൻഡസ്ട്രീസ് വേണം. അതിന് മൂലം ടാക്സും ഇതൊക്കെ GST ഒക്കെ എല്ലാവരും അനുമാനം തന്നെ കിട്ടും. അതില്ല. എന്ന് മാത്രമല്ല, ഈ വികസനം വരാതെ നമ്മുടെ കുട്ടികൾക്കുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അത് ചെയ്തില്ല. എല്ലാവരും കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകണം. മോസ്റ്റ് ഓഫ് അവർ പീപ്പിൾ ആർ ഐദർ അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ്. അതുകൂടിയുണ്ട്. വളരെ ഞാൻ പല എക്സാമ്പിൾസും കണ്ടിട്ടുണ്ട്. M.Tech സ്ട്രക്ചറൽ പാസ്സായ ഒരു കുട്ടി TT ആയിട്ട് വർക്ക് ചെയ്യുന്ന റെയിൽവേയിൽ. എന്തൊരു ദയനീയമായ ഒരവസ്ഥയാണ്. ഇതിൽ നിന്ന് മോചിക്കണമെങ്കിൽ വ്യവസായങ്ങൾ വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് ജനറലി ഇറ്റ് ഹസ് ഗോൺ ഡൗൺ thoroughly കേരളത്തിൽ. ഞാൻ മിഷൻ സ്കൂളിൽ പഠിച്ച ആളാണ്. വേറെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായില്ല. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയിട്ടില്ല. മിഷൻ സ്കൂളിൽ പഠിച്ചു, വിക്ടോറിയ കോളേജിൽ പോയി, നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അത് ദാറ്റ്സ് ഓൾ മൈ എഡ്യൂക്കേഷൻ. പക്ഷേ വാട്ട് ആർ ഐ കുഡ് അച്ചീവ് ഇൻ ദ കൺട്രി? ആ മാതിരി സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ തീരെ ഇല്ല. ആ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം. നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ എന്നാ നടക്കുന്നത്? സമരങ്ങളും അടിപിടി, പ്രിൻസിപ്പാളിൻ്റെ ലേൺ ചെയ്യുക, absolutely indisciplined and full of politics. Education system is completely politicized. അതാണ് വലിയൊരു ദയനീയമായ സ്ഥിതി. ഇതെല്ലാം മാറ്റിയെടുക്കണം. ഇതിനെല്ലാം കാരണം എന്താണ്? നമ്മുടെ ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റും ടോട്ടലി ഫെയിൽ. ഈ 65 കൊല്ലത്തിന് ശേഷം കേരളത്തിന് എന്ത് കാര്യത്തിലും നമുക്ക് പുറമേയുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കണം. എന്ത് കാര്യത്തിനും നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ അവിടെ വരണം, മുട്ട അവിടെ വരണം, ഇലക്ട്രിസിറ്റി അവിടെ വരണം, പാല് കൂടി അവിടെ വന്നിരുന്നത് എത്ര കാലം. ഇപ്പോൾ കുറച്ചായിട്ട് മീനിനൊക്കെ വന്നിട്ട് കുറച്ച് നമ്മൾ സക്സസ് ഉണ്ടായില്ല. എഡ്യൂക്കേഷൻ പുറത്തേക്ക് പോകണം, ജോലിക്ക് പുറത്തേക്ക് പോകണം. ഇത് വികസനമാണോ? ഗവൺമെൻറ് 2 ഗവൺമെൻറ്റും പറയുന്നത് ഒരുപാട് വികസനമുണ്ട്, ഒരുപാട് വികസനം കൊണ്ടുണ്ട്. എവിടെ വികസനം നടക്കുന്നത്? പല വികസന പദ്ധതികളും ഞാൻ ഉണ്ടാക്കിയത് കേരളത്തിന് വേണ്ടി അതെടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ നല്ല വികസന പദ്ധതികൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഇവിടെ ഒരു ഗവൺമെൻറ് ചേഞ്ച് കൊണ്ടുവരണമെന്നുള്ള നല്ലൊരു ബോധ്യം എനിക്ക് ആവശ്യമാണ്. ബോധ്യം മാത്രമല്ല, ഒരു ന്യൂ ഗവൺമെൻറ് കൾച്ചർ, ന്യൂ വർക്ക് കൾച്ചർ ഇൻ ദ ഗവൺമെൻറ്, അതാണ് വളരെ ആവശ്യം. ഇപ്പം നിങ്ങളുടെ ഈ പാലക്കാട്ടിൽ നോക്കൂ, ഒരു KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് പണി തുടങ്ങിയിട്ട് 7 കൊല്ലമായി. ഇനിയും പണി തുടങ്ങിയിട്ടില്ല. നേരെ മറിച്ച് ഈ 7 കൊല്ലത്തിലാണ് ഈ വലിയ കൊങ്കൺ റെയിൽവേ ഞാൻ പണി തീർത്തത്. എത്ര വലിയ കൊങ്കൺ റെയിൽവേ! കൊങ്കൺ റെയിൽവേയിലെ സഞ്ചരിച്ചവർക്ക് മാത്രമേ അറിയുന്നതിൻ്റെ ശരിക്കുള്ള അച്ചീവ്മെൻറ്റാണ്. എത്ര ടണൽസ്, എത്ര വലിയ ബ്രിഡ്ജസ്, എത്ര ഡീപ്പ് കട്ടിങ്സ്, ഇതൊക്കെയായാലും ശരി പലർക്കും അറിയില്ല. കൊങ്കൺ റെയിൽവേ
is the only railway in this country which has a speed potential of 160 kilometers. ആ റെയിൽവേയിൽ ഇപ്പോഴും 160 കിലോമീറ്ററിൽ ട്രെയിൻ ഓടിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ട്രെയിനില്ല, അൺഫോർച്ചുനേറ്റ്ലി. അത്ര വെയിറ്റ് കൊടുത്ത ട്രെയിൻ നമ്മുടെ നാട്ടിലില്ല. ഇതൊക്കെ 7 കൊല്ലം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലാസ്റ്റ് അസൈൻമെൻറ്റ് ദാറ്റ് ഐ കംപ്ലീറ്റഡ് കേരള പാലാരിവട്ടം ബ്രിഡ്ജ്. അത് എനിക്ക് തന്നപ്പോൾ ഗവൺമെൻറ് 18 മാസമുണ്ടെങ്കിലും തിരിച്ച് തരണം എന്നോട് പറഞ്ഞതാണ്. പ്ലീസ്, അവർക്ക് വേറെ ഗതിയിലായിട്ടാണ് അത് DMRC ഏൽപ്പിച്ചതും എനിക്കത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടില്ല. അല്ലെങ്കിൽ അത് IIT ആണ് ഏൽപ്പിച്ചത് ആദ്യം. IITക്കാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഇതാണ്. അവർക്കൊക്കെ നല്ല തിയററ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് നോട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുണ്ടാവില്ല. എൻ്റെ തിയറി അറിയും, നോട്ട് ദി പ്രാക്ടീസ്. ആ 18 മാസം തീർക്കുന്ന പാലാരിവട്ടം ബ്രിഡ്ജ് 5 മാസം 10 ദിവസം കൊണ്ട് തീർക്കുക. ഇങ്ങനെയുള്ള വർക്ക് കൾച്ചറാണ് നമുക്ക് ആവശ്യം. ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്തിന് തീർക്കുക, നല്ല സ്റ്റാൻഡേർഡിൽ തീർക്കുക, നാട്ടുകാർക്ക് ഉപകാരപ്രദമായി കൊടുക്കുക. ഇതാണ് എൻ്റെ മുഖ്യ എന്താ പറയുക അജണ്ട, മുഖ്യ അജണ്ട. ഇനി ഇപ്പോഴത്തെ വർക്ക് കൾച്ചർ ഒന്നാണ്. എന്ത് ഏറ്റെടുത്താലും വേഗം ചെയ്ത് തീർക്കുക. ഗവൺമെൻറ്റൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, മുനിസിപ്പൽ പ്രൊസീജിയർ ഉണ്ടാവും. അതൊക്കെ മാറ്റി എടുത്തിട്ട് ഒരു പ്രാക്ടിക്കൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അത് ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സത്യസന്ധരായിരിക്കണം. കുറച്ചെങ്കിലും സത്യസന്ധരായിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. പിന്നെ അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അവർ വർക്ക് ചെയ്യുന്ന വെറും ശമ്പളം മേടിക്കാനുള്ള ഒരു ഇതായിട്ട് എടുക്കരുത്. അത് നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വർക്ക് ചെയ്യുന്നുള്ള ഒരു ബോധം എപ്പോഴും മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ 58 വയസ്സ് കഴിയും, നല്ല പെൻഷൻ തരുന്നത് ഗവൺമെൻറ്. ഈ ജോലി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, സുഖമായി വീട്ടിലിരിക്കാം. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് തോന്നി, അല്ല, എൻ്റെ പരിജ്ഞാനം, ഈ എക്സ്പെർട്ടൈസ് പാലക്കാരുടെ വേറെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഈ സെപ്പറേറ്റ് വർക്ക് കൺട്രി കാട്ടിക്കൊടുക്കണം. ഈ പാലക്കാട് നമ്മൾ കാട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് പതുക്കെ എല്ലാവരും പകരും, ഏത് പ്രോജക്റ്റ് എടുത്താൽ. പിന്നെ നമുക്കൊരു ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഗവൺമെൻറ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം മുനിസിപ്പാലിറ്റി ചെയ്യണം. അത് സാധ്യമല്ല. നമുക്കത് എക്സ്പെക്ട് ചെയ്യണം. നമ്മുടെ കൺട്രി ഹാസ് പ്രോഗ്രസ് വെരി ഫാസ്റ്റ്. ഓൺലി ഇഫ് യു ഡിപ്പെൻഡ് അപ്പോൺ ഗവൺമെൻറ്. അത് ഇതുപോലെ കോവിഡും പ്രളയം അതും ഇതൊക്കെ വന്നതും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വി ഹാവ് ടു ഗെറ്റ് മണി ഫ്രം ഔട്ട്സൈഡ്, നോട്ട് ബോറോയിങ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്തായാലും എല്ലാത്തിനും പണം കടമെടുക്കുക, എല്ലാത്തിനും കടം എടുക്കുക. നമുക്കറിയോ കേരളത്തിൻ്റെ കടത്തിന് നമുക്ക് ഇവിടെ 3 lakh crores of rupees നമ്മുടെ കടം. നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ ഒരു 90 lakhs ആണ് കടം. അറിയോ? 90,000 കടം ഓരോരുത്തരുടെ തലയിൽ. ഇതാരും ബാക്കി കൊടുക്കും. ഈ കടം മേടിച്ചിട്ട് വികസനം കൊണ്ടുവരാം എന്നുള്ള ബോധം only limited it can succeed, not fully. You have to get money from outside. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേ, നിങ്ങൾ പലർക്കും അറിയില്ല, കൊങ്കൺ റെയിൽവേ ഈസ് നോട്ട് ഫണ്ടഡ് ബൈ ദി ഗവൺമെൻറ് ഫുള്ളി. ഓൺലി 1/3 ഓഫ് ദി കോസ്റ്റ് ഗവൺമെൻറ് തന്നത് എനിക്ക്, 1/3 ഓഫ് ദി കോസ്റ്റ്. ബാക്കി 2/3 I organized from outside, from the public. I also issued കൊങ്കൺ റെയിൽവേ bonds, പണം സംബന്ധിച്ച്. ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്താലേ പണി നടക്കുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ പലതും ചെയ്യാനുണ്ടാവും. നമ്മൾ മുനിസിപ്പാലിറ്റി മാത്രം ആശ്രയിച്ചിരിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കുക, അതൊന്നും നടക്കില്ല. നഗരത്തിന് അതിനുള്ള എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കാം. എങ്ങനെ അത് ക്യാൻ ബി ഡൺ, ഹൗ മണി ക്യാൻ ബി ഹാർനസ്, ഹൗ CSR ഫണ്ട്സ് ക്യാൻ ബി ഹാവ്, ഹൗ മണി ഫ്രം അതേഴ്സ് ക്യാൻ ബി ഹാവ്, ഹൗ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി അട്രാക്റ്റഡ്. ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു this can be proved within a year, within 1.5 years we can show how the whole thing can be changed. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് നഗരത്തിൽ ഒരു 2 കൊല്ലം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാം.
ആൾക്കാർ ഇതിൻ്റെ കാര്യമായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ the best city the cleanest city in our country is Indore ആണ് നല്ലത്. ഈ ഇൻഡോർ 2 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു പാലക്കാട്ടിലുള്ള പ്രശ്നമായി 2 കൊല്ലം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് വഴി സാധിക്കും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെല്ലാം ഇതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ BJP വോട്ട് ചെയ്യുന്നതല്ല നോക്കേണ്ടത്, ഏത് വ്യക്തിക്കാണ് വോട്ട് കൊടുക്കുന്നത്. A lot of us are not BJP voters, as in Kerala situations like that. But when you look right here, look at your top 3 priorities, and you represent us as our MLA. What are your top 3 priorities? First is ensure that everybody gets 24 hours service. You may wonder why is the one, how is this going to come? Are we looking upon same animal? This is what. Do you know that reservoir is about 1/3 of its capacity is gone by safety? Remove the silt and sand. Give it to the farmers, the government doesn't have to spend money. They can use like the silt, fertilizers in many cases, sand for building works. And within 2 years, we can use the 5% number of capital. That will ensure our 24 hours supply. Solid waste management. Very painful thing is you get all the food. Where you find waste being thrown all along the roads. I don't blame the people who are thrown it, honestly. Because they don't have an option. There is no place. Nobody is collecting it for the point. Bring that to the place. Within 2 years it is possible. There are excellent movements about solid waste management around the globe. You can pick up one such movement. It can be waste to energy, or waste to, and you set up a plant. This plant can be set up with a manufacturer within, and you can have an excellent system working by which waste is segregated at the source, collected, brought, and then converted. Even this does not require much government money. This can be done on a BOT basis, build, operate, and transfer basis. These are the schemes I have. See, if you depend upon only the government, this is not the country like yours. India is like there's how to see first time. You don't have it. Keep your time limit, find the successor for that, and start on that beginning. Then the other most important thing I have in my mind is a pet. Agenda that I have. You should have a green cover piece. Absolutely. That also is very easy. And my plan is plant 5 lakh trees every year. Next 5 years, 25 lakh trees in the tree. And these trees will be owned and nurtured by people of this area, not by the government. Everybody will have animals for the tree. You have a tree green cover, the temperature will come down by 3 to 4 degrees straight away. Then these 2 rivers on either side of Kavla, you see the Kavla river, they have to be reserved here. Today morning I saw many places, the entire sewage and survey of the whole area goes into the river. Can you accept it? Any civilized society can accept it. I have started threats of Bhagavatam, and it's conservative. They are working from the 90s. Our main aim is
prevent pollution, solid pollution as well as water pollution going in the river. We already started taking some schemes from the department. All the sewage going there should be treated first in segregation, that then will be around. Start that sort of thing, but not take instant. And fortunately, for all these schemes, there's still money available with the government of India. Our state government does not know how to make it. And having lot of money, they don't spend it properly. You see, similarly, so many donors, so many of people from this area who are well off in Middle East, America, they are prepared to spend money, provided they know money will be well spent, there will be no corruption, they will lead the people properly. We can have no conflict. These are the three areas remaining on development. And for employment, I got two factories here. The government has acquired about 200 acres of land to set up a coach factory. That's about 10 years back. Railway will set up the factory. Railway will not set up also because there's no need. The coach building capacity in the country is much more than what we want. They can export to it. They are exporting to it. Then who will go to set up a coach factory there? I myself have set up 3 coach factories in India. Many men of mine. This coach factory I set up for metros. Take over the land. And similar land has been purchased by GML. Take that also. Both are government offices. We can find a way how to take it back. And then immediately start techno parks for technology. These 200 acres of land for techno parks electricity can create jobs for 30,000 people straight away. It doesn't make sense. There's no investment needed. People will come and invest in Infosys, Tata, they will come in. So they will do in the system. But we have to change the environment. Today, this state, no industry has come to the last 20 years. Whatever industry you find out, all the government of India. Even those industries are gradually being closed down. If you take Cochin Shipyard, Cochin Refinery, FACT, XMT is already gone, closed down. All why that what? Not because the necessity of the government, but the state of central government. Due to only military trading needs. These are what people are. If necessary, legally, religiously. Otherwise, it's not possible. Unless you give proper environment, people will not come and invest here until they are very sure their money is safe, at least for the next 10 to 15 years. This environment is important. And then, similarly, so many non-polluting industries. We should not entertain any polluting industry, non-polluting industry. One thing which I got in my mind is, which doesn't require much land also, but which is a lot of energy, is aluminum extrusions. Our country, what we have got lot of aluminum deposits, we are producing a lot of aluminum ingots, but they're all being exported. And then they come back as extrusions. But why can't we do it here itself? Why can't we do it here itself? They're not easily. Similarly, many things can be done here. The Kajipur, installation factory, is going to close down. Such an excellent opportunity. Such we are going to do. Kerala government is saying that they will take over. What will they do with that? I have no confidence in the Kerala government, the two Kerala governments. I would say that government of India should keep it, but convert that into realistic and electronic production unit, which is got very good demand everywhere. Similarly, we have to take item by item, see that industries which are non-polluting, industries which will sell well,
Well, when will be brought? If these industries come, not only Rama opportunity, our panchayats will have enough money to spend on good public causes. These are the two things. And then education. We have to convert all that into a high-tech destination for education. What education facilities were here when I was studying 7 years back, the same as people what about the tax facilities? We are very, very backward. Absolutely far back. My honest effort is to bring all the for medical sciences. Kerala does not have. Kerala is one state does not have all the Institute of Medical Sciences, which government of India has been promising for the last 6 years. The whole government has not been able to give them a place and they go ahead. That is the thing. We must get the lot of language available. We effort that either the present hospital should be converted in online or set it up separate in Myanmar. That is nothing which can be done. The advantage that we have today is government of India has got lots of schemes. They are not taking advantage of many of those schemes. And if here, Kerala has got up for DGP government, the synergy between state government and central government will be excellent. Lot of things can come. Today, the state government and central government are fighting. Not only formally fighting, even legally fighting. Can you imagine a judicial commission being set up against central government and state government? Spending this money, our money. What we are paying as taxes being misused. Simple example is upgradation of the Trivandrum Airport. We all know that government of India does not spend money on upgrading this airport. This can be done by other investors. Example is Delhi Airport itself. If you have seen Delhi Airport 15 years back, what it was, and what is today. GMO has converted Delhi Metro to one of the finest metros in the world today. Same thing would have happened in Trivandrum by Adani. They will do it, but the government, state government doesn't want it. They try to block it by all means. When they fail that, now they want Supreme Court again the airport being upgraded. Spending whose money? Supreme Court. Can you have a government spend our money? Not their commitment of our taxes, government money, for such. Don't think I'm going to get it's we personally like it here. But what can one man do? You understand? Journey of 1,000 miles starts with a single step, getting one person into the assembly. But how do you ensure that this one person moves into assembly? Yeah, this question has been raised in the number of I take the example of common man. Common man was started by one man. One man, one man. The government told me that there are no funds. They told me openly, don't take up a university scheme, we will not do it. And you know that the problem is that happened 25 years. And then financial coming from government gave me power. I said I will finish it power. If I need to finish in 25 years, I will follow my concept. I will not do it. I finished it 5 years. You see, it is dependent upon government for everything. We have to take up schemes on our work, for the social community. Government money can completely augment get these people within the use of public and is all done outside the government control, outside government surveillance. That is what I mean. Thank you.